ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഔപ്പേറിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജർമ്മൻ ഫാമിലിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡൗട്ട്സ് എല്ലാവർക്കും തന്നെ കാണും. അപ്പം ചില ഏജൻസിക്കാർ നമുക്ക് പറഞ്ഞു തരും, അല്ലെ പറഞ്ഞു കൊടുക്കും, ഇന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഇന്നതൊക്കെ പറയണം, ഇന്നതൊന്നും പറയരുത്. ഏജൻസിക്കാർ തന്നെ പറഞ്ഞു തരും. പക്ഷെ ചില ഏജൻസിക്കാർ പറയും നമ്മളോട് തന്നെ സംസാരിച്ചോളൂ, അവരെന്താണെന്ന് വെച്ചാൽ പറയും. അപ്പം നമുക്ക് കുറേ ടെൻഷൻ ആകും, അയ്യോ എന്ത് ചോദിക്കും, ഇന്നതൊക്കെ ചോദിക്കണോ, അല്ലാതെ ഇങ്ങനെ ചോദിച്ചാൽ പ്രശ്നമാകുമോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം ഞാൻ ഒരു ലിസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞാൻ ചോദിച്ചതും അല്ലെങ്കിൽ എന്തൊക്കെ വേറെ ചോദിക്കാം എന്നുള്ളതും. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ജർമ്മൻ ഫാമിലിയെ വിളിക്കുമ്പോഴത്തേക്കിന് നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യണം. അപ്പം അവിടെ എന്തുവാണോ ടൈം നോക്കിയിട്ട് ഇപ്പം അവിടെ മോർണിംഗ് ആണെങ്കിൽ ഹേ ഗുഡ് മോർണിംഗ് അങ്ങനെ പറയണം, അല്ലെ ഗുഡ് മോർഗൻ എന്ന് പറയണം. എങ്ങനെയാണോ നിങ്ങൾക്ക് നന്നായിട്ട് ജർമ്മൻ സംസാരിക്കാൻ അറിയാമെങ്കിൽ എല്ലാം ആ ഫുൾ ഇൻ്റർവ്യൂ നിങ്ങൾ ജർമ്മനിൽ തന്നെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അവർ കൂടുതൽ ഇംപ്രസ്ഡ് ആവും. മനസ്സിലായോ? അപ്പം ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ജർമ്മൻ അറിയാം, കുറച്ച് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ജർമ്മനിയിൽ തന്നെ ഗ്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ അവരായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കുന്നത്. ആദ്യം തന്നെ അവർ നമ്മളോട് പറയും, സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അത് എല്ലാവരും തന്നെ ജർമ്മൻ ഭാഷയിൽ തന്നെ സംസാരിക്കണം. നമ്മൾ പഠിക്കുമല്ലോ, നമ്മൾ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എങ്ങനെ നമ്മളെ ഫോർസ്റ്റെല്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ഹോബിയും കാര്യങ്ങളും എല്ലാം, നമ്മൾ പേരും വയസ്സും എവിടുന്ന് വരുന്നു, എന്താണ് ഹോബീസ്, ഇന്നതായിരുന്നു, ഇന്നത് പഠിച്ചു, ഞാൻ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോഴും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അതിലൂടെ തന്നെ നമ്മൾ പറയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഫുള്ള് ജർമ്മനിൽ സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ, അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചോട്ടെ എന്ന് ജർമ്മനിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ ചോദിക്കുക. അപ്പം അവർ ഓക്കെ ആണെങ്കിൽ അവർ പറയും ഓക്കെ നിങ്ങൾ സംസാരിച്ച. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ജർമ്മനിലാണെങ്കിൽ ഇപ്പോൾ ഫാമിലി ജർമ്മൻ മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജർമ്മനിലാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സൈഡിൽ ഒരു ബോർഡിൽ എഴുതി വെക്കുക. ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾ ആ ബോർഡിൽ എഴുതി വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നരുത് നമ്മൾ കാണാതെ പഠിച്ച് പറയുവാന്ന് നമുക്ക് തോന്നരുത്. അപ്പോൾ ഇത് ഓൺലൈനാണ്, അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒരു സൈഡിൽ വെക്കുക എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളതിൻ്റെ. എന്തുകൊണ്ട് നിങ്ങൾ ജർമ്മൻ ചൂസ് ചെയ്തു? അപ്പോൾ നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ പറയാം. കാരണം എൻ്റെ കൂടുതൽ പഠിത്തത്തിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അതുമല്ല ഇപ്പം എനിക്ക് കിഡ്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല ഞാൻ കേട്ടിട്ടുണ്ട് ജർമ്മൻ ഫാമിലീസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ജർമ്മനിയിലുണ്ട്, അപ്പോൾ അവരൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. എന്താണോ നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്നത് അത് നമ്മൾ സംസാരിക്കുക. നമുക്ക് ഒരാൾക്ക് ജർമ്മനിയിൽ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് എന്തായാലും ഒരു ദൃഢനിശ്ചയം കാണുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് കുട്ടികളായിട്ട് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? അപ്പം എന്തായാലും നിങ്ങൾ ഇല്ലെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ പറയണം ഉണ്ട്, എൻ്റെ ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്, അവർ ജോലിക്ക് പോകുമ്പോൾ ഞാനാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, അവരെൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്, അപ്പം അവരെ ഞാൻ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. ചേച്ചിയുടെ പിള്ളേരോ ചേട്ടൻ്റെ പിള്ളേരോ ഒക്കെ കാണും. ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ എങ്ങനെ നമ്മൾ വിളിക്കും? അപ്പം എന്തായാലും പറയുക എക്സ്പീരിയൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത്, ഇപ്പം ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് ഭാഷയെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ സംസാരിക്കാൻ അറിയാവോ? ഫാമിലീസ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിലും ഒരു 10 വയസ്സ് 5 വയസ്സ് ഒക്കെ ഉള്ള പ്രായം പിള്ളേരാണെങ്കിലും അവർക്ക് ജർമ്മനെ സംസാരിക്കത്തുള്ളൂ. അവരോട് ജർമ്മനിയിൽ തന്നെ സംസാരിക്കണം. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ കുട്ടികളല്ലേ. അപ്പം അവർ ചോദിക്കും എത്രത്തോളം നിങ്ങൾക്ക് ജർമ്മൻ അറിയാം എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയുക, ഇപ്പം എനിക്ക് A1 സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ B2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. B2 സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ B2 സർട്ടിഫിക്കറ്റ് B2 സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് B2 സംസാരിക്കാം, അല്ല ജർമ്മനിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരുമായിട്ട് ജർമ്മനിയിൽ കുറച്ച് വാക്കുകൾ സംസാരിച്ചു. നിങ്ങൾക്ക് അവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രീ ടൈമിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഫ്രീ ടൈമിൽ എനിക്ക് എൻ്റെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യം.
ഫാമിലിയായിട്ടാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അവർ ചോദിക്കുമായിരിക്കും. അപ്പം അതിന് ഒരു മടിയും കൂടാതെയോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോ ഒക്കെ നമ്മൾ അത് പറയാൻ ശ്രമിക്കുക. കാരണം അവർക്കത് പറയുന്നത് കാരണം കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നിൽക്കുക, ചിരിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുമോ, അവർ ചോദിക്കണമെന്നൊന്നും പറയാൻ പറ്റുന്നില്ലോ, എന്നാ ചെയ്യും ഈശ്വര. അതാണ് ഞാൻ പറഞ്ഞത്, മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾ കുക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഷസ് ഉണ്ടാക്കാൻ അറിയാം. അപ്പം നമ്മൾ എന്തായാലും പറയണം, നിങ്ങൾക്ക് അറിയാവുന്ന ഡിഷസ് തന്നെ പറഞ്ഞാൽ മതി, അല്ലാതെ കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നതൊക്കെ കുക്ക് ചെയ്യാൻ, എനിക്ക് കൂടുതലും ഇന്ത്യൻ ഫുഡാണ് കുക്ക് ചെയ്യാൻ അറിയാവുന്നത്, കുറച്ച് സ്പൈസി ഇന്ത്യൻ ഫുഡ്സൊക്കെയാണ് ഞാൻ കൂടുതലും പ്രിപ്പയർ ചെയ്യുന്നതല്ല കുക്ക് ചെയ്യുന്നത് എന്ന് പറയുക. പിന്നെ അവർ നമ്മളോട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഹെൽത്ത് ഇഷ്യൂസോ, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലർജി ഉള്ളവരാണെങ്കിൽ അലർജി ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഡസ്റ്റിന് അലർജി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങൾക്കൊക്കെ അലർജി ഉള്ളവരാണ്. ഫുഡിന് അലർജി ഉണ്ട്, ചില ഫുഡുകൾക്കൊക്കെ അലർജി ഉണ്ട്. ഇപ്പോൾ പ്രോൺസ് ഒന്നും എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ അലർജി ഉണ്ടെന്ന് പറയുക. അതൊന്നും മറച്ച് വെക്കരുത്. പിന്നെ ഇവിടെ വന്നിട്ട് അവർ അന്ന് ചോദിച്ചതല്ലേ എന്ന് ചോദിക്കും. സോ അലർജി ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നിങ്ങൾ അത് തന്നെ അവരോട് ഷെയർ ചെയ്യുക. പിന്നെ അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പെറ്റ്സ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം അവർ നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ, പെറ്റ്സിൻ്റെ കാര്യം അവർ നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ, നമ്മുടെ ഊഴമെത്തുമ്പോൾ നമ്മൾക്ക് അവരോട് ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പം ഇപ്പം അവർ ചോദിക്കുക പെറ്റ്സായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, പെറ്റ്സായിട്ട് അലർജി ഉള്ളവർ പറയുക പെറ്റ്സിന് അലർജിയാണ്, പെറ്റ്സിന് ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കാനുണ്ട്. ചിലപ്പം ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും കൂടെ ആയിരിക്കും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ചിലപ്പം ഒരാൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ മാത്രമായിരിക്കും. അങ്ങനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ചിരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുക, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയണം, ചോദിക്കാനില്ലെന്ന് പറയരുത്, ദൈവത്തെ ഓർത്ത് ചോദിക്കാനില്ലെന്ന് പറയൽ, ചോദിക്കാനുണ്ടെന്ന് തന്നെ പറയുക. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ യുവർ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ എത്ര മെമ്പേഴ്സ് ആണെന്ന് വെച്ചാൽ അവർ പറയും. എന്നിട്ട് നമ്മൾ ചോദിക്കുക, എന്തൊക്കെയാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ, എന്തൊക്കെ ജോലികളാണ് എൻ്റെ ഡെയിലി റൂട്ടീനിൽ, എന്തൊക്കെ ഞാൻ ചെയ്യണം. അപ്പോൾ അവർ ഡെയിലി റൂട്ടീൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും. അത് ഓരോ ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ പറയണം, വാട്ട് ആർ മൈ റെസ്പോൺസിബിലിറ്റി, അല്ലെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ അവർ കൂടുതലും പറയും, നീ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒന്നും ചെയ്യണ്ട, നീ പിള്ളേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. ചിലപ്പോൾ പറയും, നീ പിള്ളേരുടെ കാര്യവും നോക്കണം, കുറച്ച് വീട്ടിൽ ജോലികളിലൊക്കെ സഹായിക്കണം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ചോദിക്കുക, എന്തൊക്കെയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് എന്ന് ചോദിക്കുക. പിന്നെ ചോദിക്കുക, വീക്കെൻഡുകളിൽ എനിക്ക് ഓഫാണോ. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഔ പെയർ ഒരു വീക്കിൽ 30 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി, ഒരു ദിവസം 6 മണിക്കൂർ എന്ന രീതിയിൽ. അപ്പം എന്തായാലും 1 വീക്കിൽ 2 ദിവസം ഫ്രീ തരേണ്ടതാണ്. അപ്പം നിങ്ങളത് അവരോട് ചോദിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തന്നെ പറയാം, ഒരു ഔ പെയർ എന്ന് പറയുന്നത് 1 വീക്ക് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾ അങ്ങോട്ടും സംസാരിക്കാം, അതിന് പ്രശ്നമില്ല. പേടിയുള്ളവർ സംസാരിക്കണ്ട, കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കണ്ട. പിന്നെ ചോദിക്കുക, എനിക്ക് എന്നാണ് ക്ലാസ് തുടങ്ങുന്നത്, എനിക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ അല്ലേ. ഇപ്പം നിങ്ങൾ A1 കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ എനിക്ക് A2ൻ്റെ ക്ലാസ് വേണം, അല്ലെങ്കിൽ B2ൻ്റെ ക്ലാസ് വേണമെങ്കിൽ എനിക്ക് B2ൻ്റെ ക്ലാസ്സാണ് വേണ്ടത്, നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുമല്ലോ അല്ലേ എന്ന് ചോദിക്കുക. പിന്നെ ചോദിക്കുക, ചില ഫാമിലീസിന് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും റൂളുകൾ ഉണ്ടെങ്കിൽ അതെനിക്ക് പാലിക്കേണ്ടതായിട്ടുണ്ടോ, ഞാൻ അറിയേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും നമുക്ക്, ഈ കുട്ടിക്ക് എല്ലാം അറിയണമെന്ന് താല്പര്യമുണ്ട്, ആ ഒരു മൈൻഡ് വരും. പിന്നെ ചോദിക്കുക, എനിക്ക് എൻ്റേതായ സ്വന്തമായിട്ടുള്ള റൂം വീടുകളിലുണ്ടോ, എനിക്ക് തന്നെ ആയിട്ടുള്ളൊരു സെപ്പറേറ്റ് റൂം ഉണ്ടോ, പിന്നെ ബാത്റൂം എങ്ങനെ, നമ്മളെല്ലാവരും ആണോ യൂസ് ചെയ്യേണ്ടത്, അതോ എനിക്ക് മാത്രം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് പറയുന്നത്, സാധാരണമായി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നും വെറൈറ്റി ഡിഷസ് ആണോ, അതോ എന്നും ഒരേ ഡിഷസ് ആണോ, എങ്ങനെ ടൈപ്പിലുള്ള ഫുഡാണ് നിങ്ങൾ കൂടുതലും കഴിക്കുന്നത് എന്ന് ചോദിക്കുക. വൈഫൈ ആൻഡ് ലോണ്ട്രി ഫെസിലിറ്റീസ്, കാരണം ചില ഫാമിലീസ് പറയും
ഒരുമിച്ച് അലക്കാം, കുഴപ്പമില്ല. ചില ഫാമിലീസിന് താല്പര്യം കാണത്തില്ല. ചില ഫാമിലീസ് പറയും നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് അലക്കാം, ഞങ്ങൾ വേറെ ഞങ്ങളുടെ സെപ്പറേറ്റ് അലക്കിക്കോളാം, കിഡ്സിൻ്റെ വേറെ അലക്കണം, അങ്ങനെയൊക്കെ പറയാം. അപ്പം നമ്മൾ ചോദിക്കുക വൈഫൈ ഉണ്ടോ വീട്ടിൽ, അല്ലെങ്കിൽ എന്തായാലും വൈഫൈ ഒക്കെ കാണുമായിരിക്കും. ഇവിടെ എല്ലാവരും വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് സാധാരണയായിട്ട്. അപ്പം ഞാനും വൈഫൈ യൂസ് ചെയ്തോട്ടെ, പിന്നെ ലോണ്ട്രീസിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് അതും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിസയുടെ കാര്യങ്ങളെ പറ്റി ചോദിക്കും. അപ്പം നിങ്ങൾ പറയുക, ഇപ്പം നിങ്ങൾ കോൺട്രാക്റ്റ് തന്നു കഴിഞ്ഞാൽ VFSൽ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ സ്ലോട്ട് എടുക്കാം, പിന്നെ എൻ്റെ വിസ ഒരു 10 to 50 ഡേയ്സിനുള്ളിൽ എനിക്ക് എൻ്റെ വിസയും കിട്ടും. നമ്മൾ ചോദിക്കണം എന്നാണ് ഞാൻ അവിടെ വരേണ്ടത് എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ ചിലവർ പറയും ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയും, ചിലവർ പറയും ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്ന മാസത്തേക്കാണ്, ഇപ്പം ഞങ്ങൾക്കൊരു ഔട്ട്പെയർ ഉണ്ട്, ഇന്ന മാസത്തേക്കിനായിരിക്കും ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് എത്രത്തോളം സാലറി കിട്ടും, സാലറി എത്രയാണെന്ന് ചോദിക്കുക. അപ്പം അവർ പറയും 280 ആണ്, 250, 300 ആണെങ്കിൽ 300. കിഡ്സ് കൂടുതലാണെങ്കിലും നമുക്ക് സാലറി കൂടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇങ്ങനെ 4 കിഡ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞത് 380 ആണ് സാലറി എന്ന് പറയുന്നത്, യൂറോ 380 യൂറോയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കണം എവിടെയാണ് എക്സാക്ട് പ്ലേസ്, എവിടെയാണ് വീട് വരുന്നത്, ഏത് സിറ്റിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഹോസ്റ്റ് ഫാമിലിയായിട്ട് സംസാരിക്കുക, അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടോടെ ചിരിച്ച് സംസാരിക്കുന്നവരെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 6 ഇൻ്റർവ്യൂയോളം നടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്ന ഒരാൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, റെബേക്ക എന്നായിരുന്നു അവരുടെ പേര്. അവരെന്നോട് പറയാം ഞാൻ ചിരിച്ച് കളിച്ചിങ്ങനെ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് അത്ര നന്നായിട്ട് ഇംഗ്ലീഷോ അത്ര നന്നായിട്ട് ജർമ്മനോ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ചിരിച്ചോട് തന്നെ ഇരുന്നു. അപ്പോൾ അവരെന്നോട് പറയും എനിക്കാണെങ്കിൽ ഓൺലൈനിൽ കൂടെ നിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും കണ്ട, അപ്പം നമ്മൾ ഒന്നും അറിയത്തില്ല, പക്ഷെ അവർ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് ചിരിച്ച് സംസാരിച്ചതിൻ്റെ ഒരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഇവരെ വിളിച്ചപ്പോഴാണ്, ഞാനിപ്പോൾ ഇരിക്കുന്ന ഫാമിലി വിളിച്ചപ്പോഴാണെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ആദ്യത്തെ കോളിൽ തന്നെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരിക്കലും ആദ്യത്തെ കോളിൽ തന്നെ ഒരു ഔപ്പറിനെ സെലക്ട് ചെയ്യാൻ പാടില്ല, പക്ഷേ എന്തായാലും ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണെന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കോൾ അല്ലായിരിക്കും വരുന്നത്, പിന്നെയും അവർ വിളിച്ചിട്ട് എന്തുണ്ട് വിശേഷം, സുഖമാണോ, എന്നിട്ട് പിള്ളേരെയൊക്കെ കാണിക്കുമോ. ഇപ്പം 2ാമത്തെ കോളിൽ നിങ്ങൾക്ക് പറയാം പിള്ളേരെ ഞാനൊന്ന് കാണിക്കുമോ, പിള്ളേരെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കാം. ഇപ്പോൾ 2ാമത്തെ കോളിൽ അതൊക്കെ ഒരു കോളിൽ അവസാനിക്കുന്നില്ല, കാരണം അവർക്ക് ഉറപ്പ് വരുത്തണം കുട്ടി നല്ലതാണ്, ചേരും. അപ്പം നിങ്ങൾ 2ാമത് വിളിക്കുമ്പോഴാണെങ്കിൽ ഇതുപോലെ തന്നെ ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഗ്രീറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തുടങ്ങുക. പിള്ളേരെയൊക്കെ കാണിക്കുമെന്ന് ചോദിക്കുക, അവരോട് വിശേഷങ്ങൾ ചോദിക്കുക, അവർ കുഞ്ഞു കുഞ്ഞു ജർമ്മനൊക്കെ സംസാരിക്കുക, കഴിച്ചോ, കുളിച്ചോ, ഇന്ന് എന്ത് കഴിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള് എന്നൊക്കെ ചോദിക്കുക. ചെറിയ അതൊക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് അവിടെ വെക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കുറേ പിള്ളേർ ഔപ്പറിന് കയറി വരുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം ഇങ്ങനെ ടെൻഷനിലിരിക്കും, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും മറക്കണ്ട. എന്തായാലും ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് തന്നെ നല്ല കോൺഫിഡൻസോടെ ദൈവത്തിനെ പ്രാർത്ഥിച്ച് അങ്ങ് തുടങ്ങുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടും. കോൺഫിഡൻസ് ആയിട്ടുള്ള ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഔപ്പറിന് വരാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പം ചീസി.